ഊലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ. കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഊലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ. കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. കൂട്ടായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ശരത് അങ്കിൾ ആൻഡ് ഋതു ചേച്ചി.
കുഞ്ഞു പാട്ടിന്റെ സ്വരക്കൂട്ടിലേക്ക് എത്തുന്നു ഭദ്രക്കുട്ടി. വെൽക്കം ഭദ്രക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് മുത്തേ. അത് പല്ല് തേച്ചില്ലേ മക്കളെ? വാ തുറക്കാത്ത എന്താ? യെസ്, കിട്ടി. എനിക്ക് കിട്ടി. എന്താ എനിക്ക് എന്തോ ഒരു കുറവുണ്ട്. 4-5 പോയി. ആണോ? ഉം. ഒന്ന് ചിരിച്ചേ. അയ്യോ ഇപ്പഴാ കൂടുതൽ ക്യൂട്ടായതല്ലേ? സുന്ദരി. പല്ല് ഇറങ്ങി പല്ല് പറഞ്ഞോ? പറിച്ചതാണോ പറഞ്ഞു പോയതാണോ? ഹോസ്പിറ്റലിൽ പോയി പറിച്ചതാ. ഹോസ്പിറ്റലിലോ? അതെന്തിനാ? എന്തിനാ മക്കളെ? അതെങ്ങനെയായിരുന്നു ഹോസ്പിറ്റലിൽ പോയി പറിക്കുന്നത്? കൈ ഉണ്ടെങ്കിൽ പറിച്ചാ പോരായിരുന്നു. അതെന്നാന്നറിയാം ഞങ്ങളെ, ഈ ആശുപത്രി ചെല്ലുമ്പോ നമുക്കൊരു സ്പ്രേ അടിക്കും, അന്നേരം വേന എടുക്കത്തില്ല. ഞാനൊക്കെ അങ്ങനെ വല്ല പറിച്ചിട്ടുണ്ട്. മീനോട്ട് ചേച്ചിക്ക് അറിയാം. ആ അങ്ങനെയാണെങ്കിൽ മൊത്തം അങ്ങ് എടുക്കായിരുന്നല്ലോ മോളെ താഴത്തെ. ഒട്ടിക്കും. ആ, മരുന്നൊട്ടിക്കോ? എവിടെ? രക്തം വരാതിരിക്കാൻ. ആ, പഞ്ഞിയാ. ആ, പഞ്ഞിയാ. ഏത് പാട്ടാ മോളെ? വാൽക്കണ്ണെഴുതിയ SP വെങ്കടേഷ് സാർ, കൈതപ്പുറം സാർ, പിന്നാരാ പാടിയത്? ചിത്രാമ്മയും പാടിയിട്ടുണ്ട്, ദാസങ്ങളും പാടിയിട്ടുണ്ട്. പൈതൃകം എന്ന സിനിമ. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമോ
ഭദ്രക്കുട്ടി, എന്തോ മോടെ കയ്യിൽ ഈ പാട്ട് ഭദ്രമായിരുന്നു. നന്നായിട്ട് പാടി. എസ്പെഷ്യലി വാർമുടി ഉലയുകയായി എന്ന് പറഞ്ഞപ്പോൾ ആ ശ്രുതി അങ്ങനെ കൃത്യമായിട്ട് സ്പ്രിഞ്ച് നിന്നവിടെ. മേളിലത്തെ 2 പല്ലും കൂടെ അങ്ങെടുത്തു. കുറേ കൂടെ ശ്രുതി ചെയ്യാനും. അതെ, നന്നായിരുന്നു മോളെ. പിന്നെ ഈ ഗന്ധർവൻ എന്ന് പറയുന്ന ഇത്തിരി ഒന്ന് പിടിപ്പിക്കാം, ഒന്ന് പറഞ്ഞു നോക്കി. മംഗളപാലയിൽ. മംഗളപാലയിൽ. ഓ, അങ്ങനാണോ? മംഗളപാലയിൽ. മംഗളപാലയിൽ. പാലയിൽ. 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 ആ ഗന്ധർവ. അതാ ഗന്ധയല്ല, ഗന്ധർവ. ഇപ്പോഴേ ഇതൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? മോള് കുഞ്ഞല്ലേ, അപ്പൊ ഈ ഗന്ധർവൻ എന്നൊക്കെയുള്ള നേരത്തെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി അങ്ങോട്ട് അറിയാം. ചുമ്മാ എന്നാ പിടിച്ചോ അക്ഷരം എന്നൊക്കെ പറഞ്ഞു. നന്നായിരുന്നു മോളെ, മൊത്തത്തിൽ നല്ല സുഖമായിരുന്നു കേൾക്കാൻ. കേട്ടോ? അവിടെ ആരാ വൈശാഖങ്ങളെ ശമങ്ങളെ നോക്കാം. അയ്യോ അയ്യോ, 2 പിഞ്ച് പൈതങ്ങൾ അവിടെ ഇരിക്കുന്നു. മക്കളെ ഭദ്രേ, എന്തോ സൂപ്പറായിട്ട് പാടി മോളെ. താങ്ക് യു. പ്രത്യേകിച്ച് ശ്രുതി. ആഹാ, ഓഹോ, ഈ അതെന്താ അങ്ങനെ ഇത്രയും വൃത്തിയായിട്ട് ചേർന്നത്? പല്ലില്ലാത്തോണ്ടാണോ? പല്ലില്ലെങ്കിൽ ആ. തെറ്റിപ്പോകൂലേ? ആ പല്ലില്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ തെറ്റിയില്ലല്ലോ. ഇപ്പൊ നന്നായിരുന്നല്ലോ. ഉള്ള പല്ല് മുഴുവൻ പറിച്ചു കളഞ്ഞിട്ട് തെറ്റിയില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഐ ലവ് യുടാ. ഐ ലവ് യു ടു. മഞ്ഞക്കിളി എന്തോ നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് കാണാൻ. മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെയായിരുന്നു പാട്ടും. നല്ല ഉഗ്രൻ പാട്ടല്ലേ? ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് എല്ലാവരും വാൽക്കണ്ണെഴുതി എല്ലാ സ്റ്റേജിലും ഒക്കെ എടുത്ത് പാടുന്ന ഒരു പാട്ടായിരുന്നു അത്. ഇപ്പോഴും ആളുകൾ പാടുന്ന പാട്ടാണ്. അപ്പം അത്രയും ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് അല്ലേ? അപ്പം അത് നന്നായി പാടിയില്ലേ എല്ലാവർക്കും വിഷമാവും. പക്ഷെ മോളിന്ന് ഉഗ്രനായിട്ട് പാടി. സൂപ്പറായിരുന്നു. താങ്ക് യു. നല്ല കുട്ടിയായിട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ പാട്ടൊക്കെ? ആ, പാട്ട് പഠിച്ചിട്ടുണ്ട്. ആ, അതാണ് അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. വെരി ഗുഡ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോളെ എന്തെങ്കിലും ഉണ്ടോ? കടങ്കഥയോ കുസൃതി ചോദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്കിളുടെ അടുത്ത് ചോദിക്കാനുണ്ടോ? ഈ അങ്കിളുടെ അടുത്തുണ്ടോ അതോ ആ ആന്റിയുടെ അടുത്തുണ്ടോ? ഒന്നും ചോദിക്കാനില്ല. എന്നാ അവന് ചോദിക്കാൻ കാണും. ഇല്ലടാ, ചോദിക്കും മക്കളെ. ആ 2 പല്ല് പോയതിന് വിഷമമൊന്നുമില്ലേ? മരിച്ചു പോയതിന്. മരിച്ചോ? എടാ നീ ഒന്നും പറയണ്ട കേട്ടോ. മയക്കവിടെ വെച്ചേരെ. മോളെ ഐ എം വെരി സോറി കേട്ടോ. വെരി വെരി സോറി. വെരി വെരി സോറി. അതിന്റെ ആ ഗതി പോണ പോക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇനി വേറെ അടുത്ത എന്താണ് ചോദിക്കാൻ പോണെന്ന് വിശ്വസിക്കാനേ. പല്ല് മരിച്ചു. ഇത് മതി. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകട്ടെ. അങ്ങനെ കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം ശരത്തങ്ങളെ നമ്മുടെ ഇവിടെ കുറച്ച് കൂടുതൽ 10ാം ക്ലാസ്സുകാരുണ്ട് കേട്ടോ. വേറൊരു 10ാം ക്ലാസ്സുകാരി വരികയാണ്, നമ്മുടെ ആഗ്നസ് കുട്ടി. വിളിക്കട്ടെ? പിന്നെ പിന്നെന്താ? വെൽക്കം ആഗ്നസ് ജോർജി ഓൺ സ്റ്റേജ്. ഹലോ ആഗ്നസ്, നന്നായിട്ട് മെലിഞ്ഞു പോയി. ആണോ? പരീക്ഷയാണോ അതോ? കഴിഞ്ഞു. എന്താ അല്ലേ കോസ്റ്റ്യൂം? ആസാദ് കോസ്റ്റ്യൂം. മോളെ പരീക്ഷ എങ്ങനെ എഴുതി? കുഴപ്പമില്ലാണ്ട് എഴുതി. അന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ? പോറായിരുന്നോ അതോ നന്നായിരുന്നോ? അല്ലെ ഇതിന്റെ ഇടയില അല്ല, ചില സബ്ജക്റ്റിനൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ഏതിനായിരുന്നു മോക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്? മാത്സ് ഇഷ്ടല്ല. അപ്പൊ ഈ മാത്സ് ആണ് പ്രശ്നമല്ലേ? എല്ലാവർക്കും പ്രശ്നം എന്താ? മീനൂട്ടിക്കും പ്രശ്നം മാത്സ് ആണ്. ഞാനിപ്പോ മാത്സ് ഇല്ല, അത് 10ാം ക്ലാസ്സിലായിരുന്നു. അല്ല, ഇപ്പോഴും ഒരു കണക്ക് ചോദിച്ചാൽ പറയാൻ ഇല്ല, ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഞാൻ എടുത്തില്ലല്ലോ. വെരി ഗുഡ് മോളെ. അപ്പൊ എന്തായാലും എല്ലാത്തിനും A+ അങ്ങനത്തെ കിട്ടുമെന്നുള്ള ധാരണയുണ്ടല്ലേ? റിസൾട്ട് വരട്ടെ. ഇല്ല മോളെ എഴുതിയത് വെച്ചിട്ട് നമുക്ക് അറിയാമല്ലോ. ഒന്നും പറയാൻ പറ്റില്ല. എടാ തേജസ്സേ, അവർക്ക് എല്ലാത്തിനും പിന്നെ A+ കിട്ടുമോ? അതെ, ആഗ്നസ് പഠിക്കും പോലെ ഇരിക്കും. പിന്നെ നീ എന്തോന്നടേ എല്ലാ A+ കിട്ടട്ടെ എല്ലാ വിഷയത്തിനും. കിട്ടട്ടെ. അല്ല കരുനാക്ക് എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞ കരുനാക്കില്ല, എന്നാലും ഇല്ലയോ? കിട്ടൂല എന്ന് പറയാൻ പറ്റില്ല. അല്ല, പഠിക്കും പോലെ ഇരിക്കും. അവൻ മറിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു കളിക്കും. ആഗ്നസ് കുട്ടിക്ക് കിട്ടും എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു അന്തസ്. ആഗ്നസ് കുട്ടിക്ക് കിട്ടും. ഓ, ഞാൻ പറഞ്ഞിട്ട് പറയണോ? കിട്ടട്ടെ. ഏതാ പാട്ട് പാടുന്നേ?
പുന്നാരപ്പൂവിലും കൊത്തി. രാജാ സാറിന്റെ ഫ്രണ്ട്സ്. അതെ. പിന്നെ ഡീറ്റെയിൽസ് പാടിക്കന്റെ ചിത്രമ്മ, മ്യൂസിക് രാജാ സാർ, എഴുതിയത് മറന്നുപോയി. അതോ കോൺഫിഡന്റ് അപ്പൊ ഈ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചു എന്നർത്ഥം. എഴുതിയത് RK ദാമോദരൻ. അപ്പൊ തുടങ്ങാം നമുക്ക്. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ, ഓൾ ദി ബെസ്റ്റ്. പൂവിലും കൊത്തി പൊന്നൈന തേന്മാൻ തളിരുട്ടി പുന്നാക പൂഞ്ചില്ലയാട്ടി പെൺമൈന പൂമാനസം നീട്ടി ഈ തീരം പുൽകുമ്പോൾ മൈതാരം കാട്ടുമ്പോൾ എന്നെ നിൻ മൗനം എന്നെ കൊഞ്ചിച്ചു കണിമുത്തുകൾ കൊത്തിയ തത്തകളെത്തിപ്പോ മധുരം പോ പുന്നാരപ്പൂവിലും കൊത്തി പൊന്മൈന തേന്മാൻ തളിരുട്ടി.
ശബാഷ്, ശബാഷ്, ശബാഷ്. സൂപ്പർ. അഗ്നു, എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. താങ്ക് യു സാർ. നല്ല വോയിസ്, താങ്ക് യു. നല്ല എന്താണ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേൾക്കാൻ. ഉം. പിന്നെ ഈ പാട്ട് വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന ഒരു പാട്ടല്ല, ഉം. വെരി ഡിഫിക്കൽട്ടാണ്. എസ്പെഷ്യലി ചരണത്തിൻ്റെ പകുതിയിൽ നിന്ന് ഒരു വേരിയേഷൻ എങ്ങോട്ടൊക്കെ പോയിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് എവിടെയാണ് ഇനി അവസാനിക്കുന്നത്, എങ്ങനെ ഇത് ഈ അവസാനിക്കും? അവസാനിക്കുന്നത്. അങ്ങനെ ലാസ്റ്റിൽ എത്ര നാളെന്നുള്ള ഒരു ആ ലൈനിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് അത് നേരെ ലാൻഡ് ചെയ്ത് താഴോട്ട്. അത് കഴിഞ്ഞ് പുന്നാര പോലും എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷൻ. ഇത് അദ്ദേഹം നോക്കിയിട്ട് ഇങ്ങനെ കവടിയൊക്കെ വെച്ച് നോക്കിയിട്ടൊന്നും ചെയ്യുന്നതല്ല, വെറുതെ അങ്ങ് ചെയ്തു പോകുന്നതാണ്. പക്ഷെ അത് പാടുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. പക്ഷെ മോളിന്ന് നന്നായിട്ട് പാടിയിട്ടു, താങ്ക് യു സാർ. അസലായിട്ട് പാടി, വലിയൊരു കൈഡിയായിരുന്നു. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ചില പോർഷൻസൊക്കെ എക്സ്ട്രാ ഓർഡിനറിലി ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സാർ. പോയത് ചരണത്തിൽ ഉള്ള ഒരു പോർഷൻ, ആ ഏറ്റവും മേളിൽ പോകുന്നൊരു പോർഷൻ സാരമില്ല. ഒരു റിയാലിറ്റി ഷോയ്ക്ക് പാടുമ്പം റൺ ത്രൂ ആയിട്ട് പാടുകയല്ലേ. ഇപ്പോൾ സ്റ്റുഡിയോയിലായിരുന്നെങ്കിൽ 2 മിനിറ്റ് ഉണ്ട് അല്ലേ അണ്ണാ? പിന്നെ 1.5 മിനിറ്റ് മതി. 1.5 മിനിറ്റ് ഉണ്ട്. അത് മാത്രം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. എന്നിട്ട് ആ ഓട്ടോയിലോട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അമൃതിന് തുല്യമാണ്. വേറൊന്നുമല്ല, ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ട് പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ ഈ സീസൺ 4 കഴിയുമ്പോഴത്തേക്ക് നേരെ കുറേ ഉദ്ഘാടനമൊക്കെ ആയിട്ടേ ചില നടികളെ പോലെ പ്രശസ്തമായിട്ടുള്ള ചില നടികൾ പോയിട്ട് എന്തിനു ഏതിനും ഉദ്ഘാടനം, എന്നിട്ട് ചെരുപ്പെങ്കിൽ ചെരുപ്പ്, പിന്നെ ചെരുപ്പോ? ചെരുപ്പെങ്കിൽ കട ചെരുപ്പിന്റെ ആ കടയാണ്. കട അത് പറഞ്ഞു. ഞാൻ ഒരു ചെരുപ്പിന് ഏതായിരിക്കും? ചെരുപ്പ് നിങ്ങൾ ചെരുപ്പിടുന്നുണ്ടോ? ഞാൻ ഉദ്ഘാടനം ചെയ്യാം. അങ്ങനെ പോകരുത്. എപ്പോഴും പ്രാക്ടീസ്, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു 3-4 പാട്ട് വെറുതെ എങ്കിലും പാടി നോക്കണം. അപ്പോൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും. വേറൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഓൾ സാർ. ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അഗ്നി എന്തോ അല്ല, അഗ്നി ആയിരിക്കണം പെൺകുട്ടികൾ ഉം. കേട്ടോ, എങ്കില് നിൽക്കാൻ പറ്റും മക്കളെ. അതെ. കേട്ടോ, എപ്പോഴും ധൈര്യം വേണം കേട്ടോ മീനുട്ടി. ഓക്കെ, മക്കളെ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. കാര്യം രാജാ സാറിൻ്റെ ഒരു സ്റ്റാമ്പ്, അത് ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും അത് ആ ഒരു മെലഡി കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന വിധത്തിൽ അദ്ദേഹം ഉണ്ട്. അതെല്ലാ പാട്ടിലും ഏത് ജോണറാണെങ്കിലും ഇളയരാജ എന്നുള്ള ആ പ്രതിഭാസം ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി കാണിക്കും. ഇപ്പം ഞാനും അണ്ണനൊക്കെ ഞാൻ ഇത് എപ്പോഴും ഇങ്ങോട്ട് പോകുന്നത്, ഇത് എങ്ങനെ വന്ന് തീരുവാവോ, ഇതൊക്കെ ഇത് കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ട് പല്ലവി മോഡ് തുടങ്ങി. അത് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസാണ്. അതൊരു ജന്മമാണ് മക്കളെ. ഇപ്പോൾ അണ്ണൻ പറഞ്ഞ ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഇല്ലാതാണ് മോളിത് പാടുന്നത് അല്ലേ. നമുക്ക് ഓട്ടോ ട്യൂണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇരുന്ന് വരയ്ക്കാനോ അല്ലെങ്കിൽ റീടേക്കിനോ ഉള്ള സ്കോപ്പില്ല. അത് നിന്ന് അത് ലൈവായിട്ട് പാടേണ്ടതല്ലേ. അപ്പം മോൾ ഉഗ്രായിട്ട് പാടി കേട്ടോ, താങ്ക് യു സാർ. ഉഗ്രായിട്ട് പാടി. ആ ഒരു ചെറിയൊരു കല. അത് പിന്നെ മോളെ പ്രേമ തീർത്ഥം, അത് വേറെ ഏതാണ്ടാ പറഞ്ഞത്. പ്രേമ ഓ തീയല്ല, തീർത്ഥം. ആ തീർത്ഥം, രഥത്തിൻ്റെ ധ കേട്ടോ, അത് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതേ ഉള്ളൂ മക്കളെ. രാജാ സാറിൻ്റെ ഒരു പാട്ട്, നമുക്കൊക്കെ അതാണ് ഒരു സന്തോഷം. രാജാ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാലത്ത് എണ്ണീക്കും തൊട്ട് രാത്രി കിടക്കുന്നവരെ ഇത് മാത്രമേ ഉള്ളൂ ചിന്ത, വേറൊന്നുമില്ല. വേറെ എന്താണ് ഇവിടെ ബാങ്കിൽ പോകണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെന്നോ ഒന്നുമില്ല. ബീച്ചിൽ പോവാന്നോ അങ്ങനൊന്നുമില്ല. നോ വറീസ്, ഓൺലി മ്യൂസിക്. ആഗ്നസ് കുട്ട എന്തോ നല്ല രസമായിട്ട് പാടി, താങ്ക് യു. ഉഗ്രനായിരുന്നു. നല്ലൊരു ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കൂട്ടിച്ചേർക്കൽ മാത്രമേ ഉള്ളൂ. രാജാ സാറിൻ്റെ ഇപ്പം ഏത് കൈൻഡ് ഓഫ് സോങ് ആണെങ്കിലും, മെലഡി ആണെങ്കിലും, സെമി ക്ലാസിക്കലാണെങ്കിലും, ഇതേപോലത്തെ പെപ്പി നമ്പേഴ്സ് ആണെങ്കിലും, അത് എടുത്തുകൊണ്ട് വന്ന് പാടിയ ഒരു സിംഗർ എന്ന് പറഞ്ഞാൽ അത് ടാലൻറ്റഡ് ആയിട്ടുള്ള സിംഗർ ആയിരിക്കും, അതിലൊരു സംശയമില്ല. കാരണം സാറിൻ്റെ കോമ്പോസിഷൻസ് ഒക്കെ അങ്ങനെയാണ്, എളുപ്പത്തിൽ ഒരിക്കലും പാടാൻ പറ്റുന്നതായിരിക്കില്ല. നമുക്ക് കേൾക്കാൻ ചിലപ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ടാവും, ഒളിഞ്ഞിരിക്കുന്ന കുറേ സംഗതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തു. ഈ പറഞ്ഞ മാതിരി 2 ചരണവും ഭയങ്കര കുറേ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ആ ഒരു ഗുണം ഇവിടെ കാണാനുണ്ട്. വളരെ നന്നായിരുന്നു. എല്ലാ പോർഷൻസും വളരെ നല്ല സുഖമായിട്ട് പാടിയ പോലെയാണ്. എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു സിംഗിങ് ആയിരുന്നു എന്ന്. പിന്നെ ഈ ചെറിയൊരു സജഷൻ ഉള്ളത്, കുറച്ചുകൂടെ ലിറിക് ക്ലാരിറ്റി കൊണ്ടുവരായിരുന്നു എന്ന്. ഇങ്ങനെ നമുക്ക് കേൾക്കുന്ന സമയത്ത് പാടുന്ന എന്താന്ന് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവുകയാണെങ്കിൽ ചെറിയൊരു കാര്യമാണ് കേട്ടോ, അത് മോൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ. ഓവറോൾ ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ അഗ്നൂസ്, എന്തോ
So we are giving you 99 out of 100. Thank you, sir. Dear Pukadi. ആഗ്നസ് കുട്ടിക്ക് IPS ആവാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു, ശരിയാണോ? ആയിരുന്നു. അതെ. കുറച്ച് നിൽക്കും, ഇപ്പൊ IPS മാറില്ലേ? എന്ന് പറഞ്ഞാൽ പോലീസ് അല്ലേ? ആ, എന്ന് നീ പറഞ്ഞു. പോലീസോ? ഉച്ചയ്ക്ക് അവളിങ്ങനെ ആയാലോ? റാങ്ക് ഒക്കെ കിട്ടുമായിരിക്കും. IPS ഏതെങ്കിലും ഓഫീസിലൊക്കെ പോയിരിക്കുമായിരിക്കും. പോലീസ് ആവാൻ പോകുന്നു. ആണോ? അപ്പൊ അത് വേണ്ടേ? എന്താ സാർ അത് ഒഫീഷ്യലി പാവമായതുകൊണ്ടാണോ? അത്ര പോകുന്നില്ല. അല്ല, IPS കിട്ടും. യൂണിഫോം ഇട്ടിട്ട് റോഡിൽ ഇറങ്ങിയിട്ട് അടിപിടി വിടാനൊന്നും പറ്റില്ല. പറ്റുമോ? അതെന്താ? അതെന്താ ഞാൻ അടിച്ചാല്? അണ്ണനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാള്, നല്ല ശക്തിയുള്ള ഒരാള് ആഗ്നസിന്റെ കയ്യിലൊന്ന് പിടിച്ചിട്ടുണ്ട്. അയ്യോ വേണ്ട, പറയല്ലേ പറയല്ലേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്തോ കഥയുണ്ട്, അതാ. അത് നമുക്കൊക്കെ അറിയാൻ മോളെ. അല്ല എനിക്കൊരു ഓഞ്ചാമോ അല്ല മീനുട്ടി, എന്തോ? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് പോലീസ് ആവണം. ആ, എല്ലാരും ഇടിക്കണം, നന്നായിരുന്നു. തോക്കെടുക്കണം, വെടിവെക്കണം. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ കുറച്ചുണ്ട്, പക്ഷെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, പോലീസ് വേഷത്തിൽ നിൽക്കുന്നത് നോക്കി. പക്ഷേ ചേച്ചിക്ക് ചേരില്ലേ? ഒക്കെ ഉണ്ട്. ആ, നല്ല അതുകൊണ്ട് so what? ഒന്നും ഇല്ലെങ്കിലും ഒരു ദിവസം ആ ഒരു വേഷം ഇട്ട് നിക്കണമെന്നെങ്കിലും ഉണ്ടായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പോലീസിന്റെ പാട്ടുകളുണ്ട്, പോലീസ്, അതായത് പോലീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പാട്ടുകളുണ്ട്. അതില് നമുക്ക് നമ്മുടെ മൃദുലെ കംപ്ലീറ്റ് പോലീസ് വേഷമൊക്കെ ഇട്ടിട്ട് റെഡി. തൊപ്പിയൊക്കെ ആ, ഡൺ. ആഗ്രഹം സഫലമാവും. മീനുട്ടിക്കുണ്ടോ ആഗ്രഹം? എനിക്കിപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇല്ല. ഇല്ല, വരാൻ സമയമില്ല എന്ന് തോന്നുന്നു. അതെന്താ അത്? എനിക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ആംജങ്ങളെ. തീരെ ചെറുതാകുമ്പോ എനിക്ക് ഐസ്ക്രീം കടക്കാരിയാവാനായിരുന്നു ആഗ്രഹം. അതാകുമ്പോ എപ്പോഴും ഐസ്ക്രീം അങ്ങനെ. പിന്നെ അത് കഴിയുമ്പോ ഈ ഉത്സവത്തിന് ഇങ്ങനെ ബലൂൺ വിൽക്കുന്ന ആള്. ഇല്ല, ചിന്തിക്കട ഉണ്ടാകത്തില്ലേ? ചിന്തിക്കട എന്ന് നിങ്ങൾ എന്നാ പറയുന്നതിന്? പൊരിയോ? പൊരി അല്ലെന്നേ, കൊറേ വളയം മാലയൊക്കെ ഉള്ള കടയില്ലേ? ആ, അതിന്റെ ഓണർ ആവാനായിരുന്നു എനിക്ക് ആഗ്രഹം. പിന്നെ അതിങ്ങനെ, പിന്നെ ഡോക്ടർ ആവാൻ വന്നു. എന്നിട്ട് ഇപ്പൊ അത് ഭയങ്കര ഇപ്പൊ അവസാനം എവിടെ എത്തി നിൽക്കുന്നു? അവസാനം എനിക്ക് ഞാൻ നിൽക്കുന്ന പോലെ തന്നെ മതി. അല്ല, മോക്ക് മാക്ക് ഷോറൂമിന്റെ ഓണർ ആവണമെന്നില്ല. അയ്യോ, അത് ഞാൻ ചിന്തിച്ചിട്ടില്ല, വേണ്ട. അങ്ങനെ ആവു ദേവി. ഇല്ല, ഇപ്പൊ എനിക്കൊന്നുമില്ല. ഇപ്പൊ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയാ ഞാനിപ്പോ ഉള്ളത്. ആ കൊച്ചിനെ ഒന്ന് പറഞ്ഞു വിടൂ. എല്ലാം ഓക്കെ അല്ലേ? ആഗ്രഹമൊക്കെ. എന്നാ ടാറ്റാ. ടാറ്റാ. MG ഞങ്ങളെ ശ്രീഹരി രോമാഞ്ച് എന്ന് പറയുമ്പോ ഭയങ്കര ചിരിക്കുന്നു. അവനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചു കാരണം നോക്കാം. അവൻ മെച്ചൂർഡായി. അതുകൊണ്ട് ഇത്രയും അവനൊന്നും വേണ്ടല്ലോ. ഇപ്പൊ പഴം വേണ്ട, ബിസ്ക്കറ്റ് വേണ്ട, ചായ വേണ്ട, ഓറഞ്ച് വേണ്ട, ഒന്നും വേണ്ട. അവൻ മെച്ചൂർഡായിട്ട് അവനിങ്ങനെ ഞാൻ മെച്ചോർഡായി. ഓ, അയ്യോ. ശ്രീഹരി മുത്തേ, മക്കൾ yes. അത്ര മെച്ചുവർ ആവണ്ടാടാ. അത് കൊള്ളത്തില്ല, നിനക്ക് ചേരത്തില്ല. നമുക്ക് സഹിക്കാൻ നീ പറ്റില്ല. അങ്ങനെ പഞ്ചപാവായിട്ട് പഴയോ ബിസ്ക്കറ്റോ തിന്നുകയാണെങ്കിൽ നിങ്ങൾ അതും വെച്ചൊരു പേരുണ്ടാകും. ഞാൻ മെച്ചൂർഡായിട്ടിരിക്കുന്നു. അവന് ജീവിക്കാൻ സമ്മതിക്കും. അതെ. പഴം തിന്നാ പഴം ഉണ്ണീന്ന് വിളിക്കും. ആ, പിന്നെ അവിടെ ഇരുന്നോണ്ട് തമാശ ബിസ്ക്കറ്റ് തിന്നാ ബിസ്ക്കറ്റ് ഉണ്ണീന്ന് വിളിക്കും. ബിസ്ക്കറ്റ് ഉണ്ണീന്ന് വിളിക്കും. മിണ്ടാതിരുന്നാ മെച്ചൂർഡായെന്ന് പറഞ്ഞിട്ട് കളിയാക്കും. അതെ. എന്തൊരു കഷ്ടല്ലേ? എന്തൊരു ഗതികേടാ എന്റെ കുഞ്ഞിന്. എന്തായാലും നീ ഒരു ഇരയാണ് എപ്പോഴും. അതെ. അതിനൊരു മോചനമില്ല. മക്കളെ എരയെന്ന് വിളിക്കും. എന്താ അവൻ അംഗീകരിച്ചു. എന്തൊരു സന്തോഷം എരയെന്ന് പറഞ്ഞു. എല്ലാവരും പരീക്ഷയൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു തണുത്ത മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ 10ാം ക്ലാസ്സിലെ SSLC പരീക്ഷയും കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വിദ്വാൻ ഇവിടെ വന്നിട്ടുണ്ട്. അബിനാണ്. സോ ലെറ്റ്സ് വെൽക്കം അബിൻ കൃഷ്ണ ഓൺ സ്റ്റേജ്. ഹലോ ചേട്ടാ. ഹലോ. SSLC പറ്റി എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? എല്ലാരും ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നടാ. MG ഞങ്ങൾക്ക് ബഹുമാനിക്കുന്നു SSLC കഴിഞ്ഞ് വന്നിട്ട്. അവനെ നീ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ മീനുട്ടിയുടെ. നമ്മുടെ പ്രേക്ഷകർ അറിയണം. 9 കഴിഞ്ഞിട്ട് പിന്നെ നേരെ 11 മതി. 10ാം ക്ലാസ് വേണ്ട, എനിക്ക് 12 വേണ്ട. അങ്ങനെയാണ് അവന്റെ അഭിപ്രായം. എന്റെ അത് തന്നെ മക്കളെ. പക്ഷെ എന്ത് ചെയ്യാനാ, അങ്ങനെ വെക്കത്തില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു വിറയലൊക്കെ അതെന്റെ അഭിപ്രായം. എനിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടോ? എന്നെ കണ്ടപ്പോ ഒരു ഈ 14 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഈ കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നത്? 15 നിനക്ക് ഇറങ്ങണം. ഓ 15 15 നിനക്ക്. ആ 15. മക്കളെ, നീ PSC ടെസ്റ്റ് ആണോ എഴുതിയത്? അല്ലല്ല, SSLC. ഏത് സ്കൂളിലാണ്? സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിയാപുരം.
അവിടുത്തെ ഹീറോ ആണ്. ചെറുതായിട്ട്. ഓ, അവൻ അംഗീകരിച്ചു അത്. അപ്പം മോൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ചോദിക്കുമല്ലോ അല്ലേ, ആ ചോദിക്കാം. നന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നതിനിടയിൽ ഒരു സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ഇത് എങ്ങോട്ടാ പോകുന്നത്? അണ്ണൻ ചോദിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല. ഉണ്ടെന്ന് പറയടാ, സൗഹൃദം ഇല്ലേ നിനക്ക്? സൗഹൃദമുണ്ട്. ഏറ്റവും കൂടുതൽ മോനെ സ്നേഹിക്കുന്ന, മോൻ്റെ പാട്ടിനെ സ്നേഹിക്കുന്ന, മോനെ സ്നേഹിക്കുന്ന ആരാണ്? എന്റെ ക്ലാസ് കുട്ടികൾ. അത് മനസ്സിലായി ആരാണെന്നായി? ഒരാളുടെ പേര് പറ. പരീക്ഷയ്ക്കൊക്കെ സഹായിച്ചത് ആ അക്ഷജ് അമൽ. ഞങ്ങള് അക്ഷജ് അമലും കുറച്ച് കാലമായിട്ട് എന്റെ ഫ്രണ്ട്സ് ആണ്. അക്ഷജും കമലയും മിക്സഡ് സ്കൂളല്ലേ? ആ മിക്സ്ഡ് അപ്പൊ നിന്റെ സ്കൂളിലുള്ള പെൺകുട്ടികൾക്ക് ദേഷ്യം വരത്തില്ലേ? വിഷമത്തില്ലേടാ അവർക്ക്? പെൺകുട്ടികൾക്ക്. പെൺകുട്ടികളുടെ ഫ്രണ്ട്സ് ഇല്ലേ നിനക്ക്? അതോ മക്കൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ? അല്ല, മ്യൂസിക് ആയിട്ട് ഞങ്ങൾ കുറച്ച് സംസാരിച്ചുള്ള പെൺകുട്ടികളിൽ ഷഹന എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി. ഷഹന. ഷഹന. അപ്പൊ എല്ലായിടത്തും അന്വേഷണം പറയുക. ആ നല്ല. ഷഹനയുടെ അടുത്ത് പിന്നെ മറ്റേതാണ് അക്ഷജ് അമൽ. അവര് മാത്രല്ല കേട്ടോ, എല്ലാരും ഉണ്ട്. അത്രയും പറയാനുള്ള നേരമല്ലോ മക്കളെ. അല്ല, ഏത് പാട്ടാ പാടുന്ന കുഞ്ഞ്? ഇന്നലെ മയങ്ങുമ്പോൾ. ബ്യൂട്ടിഫുൾ മോനെ, സൂപ്പർ സൂപ്പർ. താങ്ക് യു സാർ. നീ കലക്ക് ഉഴുതും മറിക്കേട്ടാ. നമ്മളിങ്ങനെ കേട്ട് ഞെട്ടാൻ വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു. ഇന്നലെ മയങ്ങുമ്പോ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ, ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണ തൻ, തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണ തൻ തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു. തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു.
വാനത്തിനീരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ വാനത്തിനീരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മാടി വിളിക്കാതെ നീ വന്നു മാടി വിളിക്കാതെ നീ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. അസാധ്യം എന്നല്ല, അതിന് മുകളിൽ എന്തെങ്കിലും ഒരു പദം ഉണ്ടെങ്കിൽ ഞാൻ അത് ഇവിടെ പ്രയോഗിക്കുകയാണ്. അതിമനോഹരവും, അതായത് ശ്രുതിശുദ്ധവും, പിന്നെ ഒരു വെപ്രാളമൊന്നും കൂടാതെ വളരെ കാലപ്രമാണം എന്ന് പറയും അല്ലേ അണ്ണാച്ചി? നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു വാക്കാണ്, ശാസ്ത്രീയ സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കാലപ്രമാണം. ആ കാലപ്രമാണം എന്ന് പറയുന്നത് അതങ്ങനെ നിൽക്കും, പാടുന്നത് ആ താളത്തിനകത്ത് തന്നെ നിന്ന് ആ സംഗതികളൊക്കെ ഉൾക്കൊണ്ട് കൃത്യമായിട്ട് പാടുമ്പോഴാണ് ആഹാ എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ എനിക്ക് അബിൻകുട്ടൻ ഇതുവരെ ഇവിടെ പാടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ആലാപനമാണ് ഇന്ന് പാടിയത്. അസാധ്യമായിരുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വയലിൻ വായിച്ച സൂരജ്, ഫെൻറ്റാസ്റ്റിക് ടോൺ കേട്ടോ, അസാധ്യ ടോൺ ആൻഡ് പെർഫെക്ഷൻ. പിന്നെ പറയണ്ട, നമ്മുടെ ടോപ്പ് ബാൻഡ് ഇരുന്ന് പൂന്ത് വിളയാടി എല്ലാവരും, എവരിബഡി, ഗിറ്റാർ, ബേസ് ഗിറ്റാർ ആൻഡ് തബല, ഫാസിൽ എന്ന് വേണ്ട വയലിൻസ്, നമ്മുടെ ഫ്ലൂട്ട്, എല്ലാവരും. ആരാ മോശക്കാരൻ അല്ലേ? നീ വലിയ ഭാഗ്യവാനാണ്. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു വലിയൊരു ഗ്രൂപ്പ് ടോപ്പ് ബാൻഡിൻ്റെ കൂടെ പാടാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈഫ് ലോങ് അസറ്റാണിത്. ഇത് ഡിജിറ്റലി റെക്കോർഡഡാണ്. നിൻ്റെ ഒരു 60 വയസ്സിലും ഇത് നിനക്ക് ഇതേ ക്വാളിറ്റി തന്നെ കാണാൻ പറ്റും, ഇതേ ക്വാളിറ്റി തന്നെ കേൾക്കാനും പറ്റും. ഗോഡ് ബ്ലെസ് യു ഡിയർ. താങ്ക് യു സാർ. മക്കളെ, എന്താ സാർ? അഭിനേ, എന്താ? എംജണ്ണൻ ഇവിടുന്ന് എണീറ്റ് അവിടെ വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് ഗാഠമായി പുണർന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നന്നായി പാടി, ഉഗ്രമായിട്ട് പാടിയത് കൊണ്ടാണ് അല്ലേ? അപ്പം അത് നമുക്ക് എല്ലാവരും കൂടെ അവിടെ വന്നാൽ ചിലപ്പോൾ നീ പേടിക്കും, അതുകൊണ്ടാണ് വരാതിരുന്നത് കേട്ടോ. മക്കൾ നന്നായിട്ട് പാടിയടാ. കാര്യം എന്തൊരു പാട്ടാണിത്! അയ്യോ എൻ്റെ ദൈവമേ, അത് ഓരോ വാക്കുകളും അദ്ദേഹം എങ്ങനെ കമ്പോസ് ചെയ്തിരിക്കുന്നു. അങ്ങ് സാഷ്ടാംഗ പ്രണാമം, വേറൊന്നും പറയാനില്ല. ഞാനത് മോൻ പാടുമ്പോഴും ഇത് ഒറിജിനൽ പാടി വെച്ചേക്കുന്നത് ദാസേട്ടനും പിന്നെ എന്താ പറയണ്ട, ഈ സൃഷ്ടിച്ചവരെയൊക്കെ ഞാനിങ്ങനെ വല്ലാത്തൊരു മൂഡായിപ്പോയി. ഉഗ്രമായിട്ട് പാടി കേട്ടോ മക്കളെ. താങ്ക് യു സാർ. ഇതുപോലെ SSLC എക്സാം എഴുതിയോ നീ ഈ പാടിയ പോലെ? എഴുതിയിട്ടുണ്ട് എന്നാണ് ഒരു വിശ്വാസം. ഒരിക്കലും അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല മോനെ. കാര്യം പാട്ടായിരുന്നു നല്ലത്. ഇത് എന്തൊക്കെയാലും ചക്കര ലവ് യുടാ. ലവ് യു ടു സാർ. അബിൻകുട്ടാ, എന്തോ എന്തൊരു ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു ഇന്ന്. ഉഗ്രനായിട്ട് എഴുതി. ഞാനിങ്ങനെ എക്സാമൊക്കെ എഴുതി എനിക്ക് തോന്നിയത് എക്സാമിൻ്റെ പഠിത്തത്തിൻ്റെ സ്ട്രെസ്സിൽ പാട്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അബിൻകുട്ടൻ ഞങ്ങളെ 3 പേരെയും എക്സാമിനൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് പാട്ട് വെച്ച് മനസ്സിലായി. മൊത്തം പാട്ട് പ്രാക്ടീസ് ആയി. അതെ, ഞങ്ങളെ 3 പേരെയും ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങനെ എളുപ്പത്തിൽ പാടാൻ പറ്റിയൊരു പാട്ടല്ല, പ്രത്യേകിച്ച് ലൈവ് പാടാനായിട്ട്. അപ്പോൾ ദാസ് സാർ അത്ര
മനോഹരമാക്കി വെണ്ണ പോലുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതിങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ എടുത്ത് വന്ന് ഈ ഒരു പ്രായത്തിൽ കുറേ ക്വാളിറ്റീസ് ഉണ്ട് മോൻ്റെ സിംഗിങ്ങിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു ഫിനിഷിങ് എപ്പോഴും ഒരു ഫിനിഷിങ്ങിൽ കൊണ്ടാണ് നിർത്തുന്നത്. സസ്റ്റെയിൻ നോട്ട്സൊക്കെ ഭയങ്കര ക്ലീനായിട്ട് നിർത്തുന്നത്. പിന്നെ പ്ലാൻസൊക്കെ പാടുന്നതും പ്ലാൻസിലും ആ ഒരു ഫീല് കൊണ്ടുവരുന്നുണ്ട്, വെറുതെ പ്ലാൻസ് പാടാതെ. അപ്പോൾ അതൊക്കെ ഒരു പ്രൊഫഷണൽ സിംഗറിൻ്റെ ക്വാളിറ്റീസാണ്. അത് ഇപ്പോഴേ അബിൻകുട്ടൻ ഉണ്ട് എന്ന് പറയുന്നതിൽ നമുക്കൊക്കെ വലിയ അഭിമാനമാണ് മോനെ. അപ്പോൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക, ഗ്രൂമേഴ്സിൻ്റെ ഹെൽപ്പൊക്കെ എടുക്കുക. പിന്നെ എന്താ പറയുക, പ്രാക്ടീസ് അത്ര തന്നെ പറയാനുള്ളൂ. വേറെ എനിക്ക് ഇതിലൊന്നും കാണാൻ തോന്നിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. താങ്ക് യു. കൈൻഡ് ആൻഡ് ക്യാഷ് എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ട്. അപ്പം മൃദുലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1,001 രൂപ അവന് കൊടുക്കാം. ചെയ്യാം. തുടങ്ങി ശരി, ഓക്കെ. എന്ത് തുടങ്ങാൻ? ചേച്ചി കൊടുക്കാണ്. യെസ്. ഇടിവെട്ടി മഴ പെയ്യും മക്കളെ, ഇടിവെട്ടി മഴ. മോനെ ആ പൈസ സൂക്ഷിച്ചു വെക്കണം കേട്ടോ. കാരണം മൃദുലയെ ഇതുപോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു സിംഗറാണ്. പക്ഷെ എനിക്ക് അന്ന് പൈസ ഒന്നും ആരും തന്നില്ല. അതിനുള്ള പ്രതിഫലം ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ ലാവിഷം. ഒരിക്കലും ചിലവാക്കരുത്. അതിനകത്ത് മൃദുല എന്ന പേര് എഴുതി വെച്ചൊരു ഡേറ്റും. ശരി, വിഷു കൈനീട്ടായിട്ട് കരുതിയാൽ മതി. അത്ര ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. നമ്മളൊക്കെ അവിടെ ഇരുന്ന് ഞെട്ടി ശരിക്കും പറഞ്ഞു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. വെളി പോകുമ്പം 500. സോ മോനെ ഓബിയസ്ലി ഇറ്റ്സ് 100 out of 100. അപ്പൊ അതിന് ചെലവ് വേണം കേട്ടോ. ശരി, all the best. ടാറ്റാ. Sorry. 50-50. 50-50. ഓക്കെ, ടാറ്റാ. പുഴയോരത്തിൽ പൂത്തോ
പാട്ടുകളെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ദിവസം അതിമനോഹരമായ ഒരു പിടി ഗാനങ്ങളുമായി നമ്മൾ കാണും. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.